ഹലോ സുഹൃത്തുക്കളെ, ഹായ് 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 ഹായ്. അപ്പം വെൽക്കം ബാക്ക് ടു അനദർ നമ്മുടെ ഒരു വീഡിയോ. ഇതൊരു ട്രാവൽ വ്ളോഗ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയതിൻ്റെ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് 2 ഡേയ്സ് ട്രിപ്പ് പോയപ്പോൾ നമ്മളന്ന് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ കുറേ എഡിറ്റ് ചെയ്തിടാനുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം ശരി, നമുക്കപ്പം വീണ്ടും അഡ്ലേഡ് കാണാൻ പോയാലോ? എന്നൊക്കെ എവിടെയുള്ളതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അഡ്ലേഡിലെ എവിടെയാണ് നമ്മൾ ബ്ലൂ ലേക്കൊക്കെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേവ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇറങ്ങി കേവ് കണ്ടിട്ട്, കേവ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ബുക്കിംഗ് എന്താ കണ്ട് ടൈമിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബുക്കിംഗ് കാണാൻ വേണ്ടിയിട്ട് ബുക്കിംഗ് എടുത്തില്ല. ബുക്കിംഗ് എടുക്കാണ്ട് അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് പോകുവാണെങ്കിൽ കറക്റ്റ് ടൈമിൽ 10 മിനിറ്റ് മുമ്പ് ചെന്നാൽ മതി, നമുക്ക് ഡയറക്റ്റ് എൻട്രി ആവാം. ഞങ്ങൾ കുറച്ച് ഇപ്രാവശ്യം അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അടിപൊളി പൈമരങ്ങളൊക്കെ നിർത്തി തന്നതാണ്. ഇച്ചാൻ അവിടെ നിൽക്കുന്നുണ്ട്. കാണത്തില്ലേ, നമുക്കത് കാണിക്കാലോ. നല്ല തണുപ്പുണ്ട് അല്ലേ? നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര നല്ല പച്ചയല്ല, ലൈക്ക് ഗ്രേ അല്ലെങ്കിൽ മുല്ലൊക്കെ ആണെങ്കിട്ടൊരു ക്രീം ഗ്രേ കളറാണ്. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കും ഈ പൈൻമരങ്ങളുടെ സൈഡായിട്ടോ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് ഈ മൗണ്ട് ഗാംബീറിൻ്റെ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ദൂരെ ഇങ്ങനെ പൈമരങ്ങളുടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ പച്ചപ്പ് കാണാം കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ തടിക്കൊക്കെ ആയിട്ട് കോമൺ ആയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് ഈ പൈൻമരങ്ങളാണെന്ന് തോന്നുന്നു. അപ്പം ശരിക്കും ഈ ഏരിയ ഫുൾ ഇവർ പൈൻമരങ്ങൾ ഇങ്ങനെ തിക്കി നിറച്ച് വളർത്തിയേക്കുക. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പൈമരങ്ങൾ കണ്ടപ്പോൾ എപ്പോഴും കാണാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ഇറങ്ങി നിന്നിട്ട് കാണാനും നല്ലതുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവരിരിക്കുന്ന എൻട്രി എല്ലാവർക്കും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാരൊക്കെ ഓൾറെഡി പെർമിഷനുള്ളവരൊക്കെ പോകുന്നുണ്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പൈമരങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പൈമരങ്ങൾ. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് മറ്റേ സ്ഥലത്തോട്ട് പോകാം കേട്ടോ. നമുക്ക് എന്നെ കാണാൻ പറ്റുന്ന നോക്കാമല്ലോ. ഡെസ്റ്റിനേഷൻ കുഞ്ഞു വീടാണെങ്കിൽ നല്ല പൂക്കളാണ്. എല്ലാ വീടിൻ്റെ മുമ്പിലും നല്ല മനോഹരമായ പൂക്കളാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പൂവൊക്കെ. നല്ല കളർ കൊമ്പ്, നല്ല ഭംഗിയുണ്ട്. നല്ല രസമല്ലേ പൂ കാണാൻ? എന്ത് രസമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ പോയിട്ടുണ്ട് അങ്ങോട്ട്. ഇവർ കിടന്നുറങ്ങിപ്പോയി. ചിക്കു രണ്ടുപേരും കിടന്നുറങ്ങിപ്പോയി കേട്ടോ. ഹനുസേ എന്തൊക്കെ വാഴ തുറന്നിറങ്ങുന്ന എത്തിക്കാലോ. എത്തി ഹലോ ഹായ്, എത്തി കുട്ടികളെ. അവളാണ് പാവയ്ക്ക് വേണ്ടി കരഞ്ഞിട്ട് ഉറങ്ങിയതാണ്. അവൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാണ്. വാ കമോൺ ഗെറ്റപ്പ്. എത്തി, നമുക്ക് കേവ് കാണാൻ പോകാം. എങ്ങനെയുണ്ട്? വെള്ളമായിട്ടാണ്, പക്ഷെ നല്ല രസമുണ്ട്. വീട് കുഞ്ഞൊരു ഇങ്ങനെ വീണ് കിടക്കുവാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലേ? എന്നതാടി ഇവിടുത്തെ വീടുകളൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ നല്ല വീടുകൾ പോലെയാണ്. എല്ലാ വീടിൻ്റെ മുമ്പിലും നല്ല പൂന്തോട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ മറിച്ചിട്ട് അവർ വയ്ക്കുന്നത് ഇങ്ങനെ ചെടികളൊക്കെയാണ്. അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാണും കേട്ടോ. ഒട്ടുമുക്ക വീടുകളിൽ വന്നെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങ, അതുപോലെ തന്നെ ഏപ്രിക്കോട്ട്, പിന്നെ ചില വീടുകളുടെയൊക്കെ പുറകിലൊക്കെ ആണെങ്കിൽ മുന്തിരിങ്ങ ഒക്കെ കാണാം നമുക്ക്. പിന്നെ ചില മതിലുകളിലൊക്കെ ആണെങ്കിൽ മുന്തിരിയുടെ വള്ളി ഇങ്ങനെ, കടകളുടെയൊക്കെ ആണെങ്കിൽ സൈഡിൽ കൂടെ മുന്തിരിയുടെ വള്ളിയൊക്കെ ഇങ്ങനെ കയറ്റി വിട്ടിട്ട് നല്ല പച്ചപ്പാണ് കാണാൻ, നല്ലൊരു ഭംഗി കേട്ടോ. ഇതൊക്കെ നോക്കിയൊക്കെ വലിയ റോസാപ്പൂവിൻ്റെ വലുപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ റോസാപ്പൂക്കളാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ആ ഒരു നമ്മുടെ എന്നാ പറയുക, മഴ പെയ്ത് തോർന്ന ഒരു കാലാവസ്ഥയും അതിനകത്തേക്ക് ഈ പച്ചപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് പക്ഷേ എപ്പോഴും ഇല്ല. ഏതാ സീസണ് ഞാൻ നോക്കിയപ്പം ഞങ്ങൾ വന്ന സമയത്ത് നല്ലതായിരുന്നു. ഒരു ഓഗസ്റ്റ് സമയത്തൊക്കെ നല്ല പച്ചപ്പ്, പക്ഷെ ഭയങ്കര തണുപ്പാണ് ആ സമയത്ത്. ഹായ്, അപ്പം നമ്മുടെ കേവിന് നമുക്ക് പ്രീ ബുക്കിംഗ് ആവശ്യമാണ്. അപ്പം അതിനകത്തൊരു QR കോഡ് ഉണ്ട്, നമ്മളത് സ്കാൻ ചെയ്തിട്ട് വരണം. അപ്പം എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞങ്ങൾ പ്രീ ബുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് അവിടെ ഒരു QR സ്കാനർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അതിൽ നല്ലതായിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റുവാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത് 1:30-ക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ല. കറക്റ്റ് 10 മിനിറ്റ്സ് ബിഫോർ വന്നാൽ മതി. അപ്പോൾ 1:30-ക്കാണ് നമുക്ക് കേവ് കാണാൻ വരുന്നത്. അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അപ്പുറത്തെ സ്ഥലം നോക്കുവാണേ. ഇത് നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അവരോട് ചോദിക്കാൻ മറന്നുപോയി. ഇവിടെ ചെല്ലുവാണെങ്കിൽ നമ്മൾ ലോക്കൽ അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു നമുക്കൊരു ബ്രൗച്ചറൊക്കെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എന്തൊക്കെയാണെന്നുള്ളത് പോയിട്ട് കാണാവുന്നേ ഉള്ളേ. അപ്പോൾ ഞങ്ങൾ അന്നേരം അതിൻ്റെ ഒരു ബ്രൗച്ചർ മേടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു എക്സിബിഷൻ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞൊരു എക്സിബിഷൻ സെൻറ്റർ ഉണ്ടെന്നുള്ള ആ ലിസ്റ്റ് നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടു കേട്ടോ. ദ ലേഡി ഓഫ് നഴ്സറി. പണ്ട് ഇവിടെ നിന്ന് മറ്റേ ഫുട്ബോളിൻ്റെ സമയത്ത് നമ്മൾ അമേരിക്കയിൽ പോയിട്ട് പണ്ട് വന്ന ഒരു കപ്പൽ, അതിൻ്റെ ഒരു സ്റ്റോറികൾ ഒട്ടുമുക്കാലും എനിക്കൊന്ന് നേവിയുടെയൊക്കെ ഒരു എക്സിബിഷനാണ്. പണ്ടത്തെ ഒരു പറയാം 40 to 50 years മില്യൺ പഴക്കമുള്ള കടലിൽ നിന്ന് കണ്ടെടുത്ത സാധനങ്ങളുടെയൊക്കെ ഒരു എക്സിബിഷനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഭംഗി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാണാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും, അതൊരു കാര്യം. രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പലുകളുടെയൊക്കെ സ്റ്റോറി എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റുമൊക്കെ ആണെങ്കിലും പൂക്കളും കൊണ്ടൊക്കെ അലങ്കരിച്ച് നല്ല മനോഹരമാണ് കാണാൻ വേണ്ടി കേട്ടോ. അപ്പോൾ കണ്ടോ ഇതിനകത്തൊക്കെ പണ്ടത്തെ കപ്പലിൻ്റെ ഒരു മോഡൽ, പക്ഷെ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ. ഇതിൻ്റെ ഒറിജിനൽ അതിൻ്റെയൊക്കെ ഒരു അവർ പണ്ട് പോയ ആ കപ്പലിൻ്റെ മോഡലും അവിടെ നിന്ന് അവർ കണ്ട സാധനങ്ങളൊക്കെയാണ് ഉള്ളിൽ കാണിച്ചേക്കിരുന്നത്, എക്സിബിഷനായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടേച്ച് വന്നാലോ. പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ചിലതൊക്കെ നമുക്ക് പെയ്ഡാണ്, ചിലത് നമുക്ക് പേയ്മെൻ്റ് ഇല്ല, ഫ്രീ എൻട്രി ആണ്. അതിലൊരു ഫ്രീ എൻട്രി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം ടിക്കറ്റ് വേണമെന്ന് അവർ ചോദിക്കാൻ പോയ സമയത്താണ് ഞാൻ ഈ പുറത്ത് നിന്നത്. അപ്പോൾ ടിക്കറ്റ് വേണ്ടാന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ഉള്ളിൽ കയറി നമുക്ക് കണ്ടേച്ച് ഓടി വരാം. ഓക്കെ, ശൂശി വെക്കുന്ന സ്ഥലമാണോ? സാധനം പറയാം, വളരെ എക്സൈറ്റഡ് ആയിരിക്കും. നീ ഇത് പറഞ്ഞ എക്സൈറ്റഡ് സെന്റർ ഒക്കെ എനിക്ക് എന്നെ പൊട്ടത്ര കാണിക്കാനായിരിക്കും. When Australia won the America Cup in 1983, it was attributed to her involuntary winged deeds around 200 years ago. Her innovative need led Lady Nelson and her captain in safety sail and chart shallow waters of. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല, വിക്ടറിയൊക്കെ മേടിച്ചോണ്ട് പീരങ്കിയൊക്കെ മേടിച്ചു. ഓ ഇതാണ് പീരങ്കിക്ക് ഉണ്ടല്ലോ. അമ്മേ പീരങ്കിക്കുള്ള കപ്പലാ? അതന്നെ, അതിനകത്ത് പീരങ്കിയൊക്കെ ഉണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? ഇവിടുത്തെ പീരങ്കിയൊക്കെ ഉണ്ട്. ആ നെൽസൻ്റെ കപ്പലാണ് കേട്ടോ. നല്ല പീരങ്കിയൊക്കെ കപ്പലിൻ്റെ ഏതാണ് മോഡലൊക്കെ നല്ല പോയിട്ടു. അമേരിക്കക്കാർ ഭയങ്കര യുദ്ധം നടക്കുന്ന ഇനി അമേരിക്കക്കാരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ഗൂഗിൾ മാപ്പ് പോലെ പണ്ടത്തെ കാലത്ത് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ എന്താ പറയുക സ്ഥലത്ത് അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന മാപ്പിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഈ ചാർട്ടൊക്കെ നോക്കിയിട്ട് ഈ മാപ്പ് നോക്കിയിട്ടൊക്കെ ദിശയൊക്കെ നോക്കിയിട്ടായിരുന്നു പണ്ട് കപ്പൽ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടൊക്കെ തകർത്താണ് അല്ലേ. കപ്പലിലൊക്കെ ഗൂഗിൾ മാപ്പ് കിട്ടുമോ അറിയത്തില്ല. എന്നാലും ഇപ്പോൾ മാപ്പില്ലാണ്ട് എനിക്കിപ്പോൾ ഓർക്കാൻ കൂടെ വയ്യ. നമുക്ക് മാപ്പില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ എന്ത് കഷ്ടപ്പെട്ടാണ് അല്ലേ. ഇപ്പോൾ മാപ്പ് ഉള്ളത് കൊണ്ട് എന്തൊരു ഉപകാരമായി. മാപ്പിൽ കയറി അടിച്ച് നോക്കും ഇവിടെ നിയറസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏതാണ്. നമ്മൾ ഏത് സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് അടിച്ച് നോക്കിയാൽ നമുക്ക് അടുത്ത സ്ഥലത്തോട്ടുള്ള ഡെസ്റ്റിനേഷൻ അവിടെ തന്നെ മാപ്പ് റൂട്ടടക്കം എല്ലാം വരലായി. അതുകൊണ്ട് അതൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇന്നോവേഷൻ ആണെന്ന് പറയാം അല്ലേ. അമ്മേ ഇച്ചി ഷാർക്കിൻ്റെ ടീത്ത് കണ്ടോ ചേൻ? ആ ഫോസിൽസ്. ഓ ഇവരിവിടെ ഉണ്ടായിരുന്നോ? ഫോസിൽസ് ഇൻ ലൈം സ്റ്റോൺ. ഞാൻ വെച്ച് ജെസ്സി ഞാൻ വെച്ച് എൻ്റെ കിട്ടുന്ന ആദ്യം ഒരു പെണ്ണിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. കളിയാക്കട്ടെ. അല്ല അപ്പം ഷാർക്കിൻ്റെ ടീത്ത് ഉണ്ടോ? ഇത് ഒറിജിനൽ മുന്തിരിക്കാണോ? കഴിക്കാൻ പറ്റുമോ? പറ്റിച്ച് അമ്മേ. ആ അത് കൊള്ളാം കേട്ടോ. ആ ഞാൻ കണ്ട് ഫോസിൽസ് ലൈംസ്റ്റോണിന്റെ ഉള്ളിലെ ഫോസിലാണ് ശരിക്കും ഒറിജിനൽ. അത് ഇട്ടിട്ടാ ഇവരുടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് എടുക്കട്ടെ വരിക.
ജസീൻ ഇങ്ങനെ വീഡിയോ സൂം ചെയ്തുള്ള കാണിക്കട്ടെ. അവന് പൊന്നല്ലേ കാണിച്ചിട്ട്, അവന് പൊന്നുണ്ട്, എൻ്റെ കുഞ്ഞിക്കനെ കാണിച്ചിട്ടുണ്ട്. അല്ല അല്ല ഞാനല്ലോ എന്നപ്പോ പോടി നമ്മുടെ വീഡിയോ വെച്ചിട്ട് നമ്മള് വാക്കാതെയായി പോയോ? അവിടെ ശരി ശരി. ഇത് റണ്ണിങ് ആണോ? ആ ഇത് റണ്ണിങ് അല്ലേ? ആ ഓക്കെ. ആ ഓക്കെ. ആ ഇങ്ങനെ പിടിക്കാം. ആ ഇതെല്ലാം കടലിൻ്റെ അതിൽ കാണുന്ന അവശിഷ്ടങ്ങളാണെന്നാണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. 40 മില്യൺ 40 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആനിമൽസിൻ്റെയൊക്കെ ഫോസിലുകൾ കേട്ടോ. ഭയങ്കര കാലപ്പഴക്കമുള്ള കാര്യങ്ങളാണ് എല്ലാം ആ സമയങ്ങളിൽ ഇവർ കടലിൽ നിന്നെടുത്ത സാധനങ്ങളൊക്കെ സംസ്കരിച്ച് ഇങ്ങനെ എക്സിബിഷനായിട്ട് വെച്ചിരിക്കുന്നത്. 40 മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 വർഷം. അപ്പം 40 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ് ശരിക്കും. ഈ വർഷങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ ആയുസ്സൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു നിമിഷം, ഒരു ഞൊടിയിടയിൽ കഴിഞ്ഞു പോകുന്ന ഒരു ഇതൊക്കെയുള്ളൂ നമ്മുടെയൊക്കെ ആയുസ്സിനൊക്കെ. നല്ല സന്തോഷത്തോടെ നമുക്ക് സമയമൊക്കെ പങ്കെടുക്കാം, നിശ്ചയം ജീവിച്ച് തീർക്കാമെന്ന്. നമുക്ക് നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം 40 മില്യൺ 12, 15 മുതൽ 40 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വർഷക്കാലം പഴക്കമാണ് അല്ലേ? കടലിൻ്റെ അടി ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം കൊണ്ട് ലോകമാണ് ശരിക്കും. ഈ ഇതിനകത്തൊക്കെ കാണാൻ പറയാം കേട്ടോ. എസ്പെഷ്യലി ഇവിടെയൊക്കെ ആണെങ്കിലും കേൻസിലൊക്കെ നമുക്ക് ഡൈവുണ്ട്. അപ്പോൾ ഈ ഡൈവൊക്കെ ചെയ്യുന്നവരൊക്കെ പറയുന്ന വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ചിലതൊന്നും ഒട്ടുമുക്കാൽ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് നീന്തലൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഈവൻ ഇവിടെ ഞങ്ങൾ പോയപ്പോൾ തന്നെയാണെങ്കിലും മൗണ്ട് ഗാംബിയറിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഈ സിങ്ക് ഹോളിൽ ഡൈവ് ചെയ്തിട്ട് നമുക്ക് അണ്ടർ വാട്ടറിൽ നല്ല അത്ഭുത ലോകം കാണാൻ പറ്റുന്നത്. അതൊരു ശരിക്കും പറയുന്നത് നമ്മുടെ കണ്ണുകൾ കണ്ട് കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പകുതിയും നമുക്ക് എന്താ പറയുക വീഡിയോയിലൊന്നും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റാനോ, ഈ ഓർമ്മകളിൽ അവന് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാകത്തുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കിട്ടുന്ന ഒരു കുഞ്ഞു സമയം നമ്മുടെ അടുത്തുള്ള ആണെങ്കിലും ചെറിയൊരു ട്രാവലൊക്കെ പോകണം കേട്ടോ. കാരണം നമുക്ക് കാണാൻ പറ്റും, എന്താ പറയുക, പരിമിതികൾക്കുള്ളിൽ നമുക്ക് കാണാൻ നമ്മുടെ ചുറ്റുപാട്ടും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടെന്നുള്ളതാണ്. ഈ ലൈം സ്റ്റോണുകളുടെയും ഒരു ഭയങ്കര അത്ഭുതം കണ്ടോ. അതിൻ്റെയൊക്കെ ഒരു ആ ഒരു ഈ ഒരു കുഞ്ഞൊരറ്റം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് 10-50 വർഷങ്ങളോളം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഇത് ഉണ്ടായി വരണമെങ്കിൽ എത്രത്തോളം വർഷം എന്നാ പറയുക, ഈ ഗുഹകളിൽ കൂടെ ഈ വെള്ളം വീണിട്ടായിരിക്കണം ഇത്രയും വലിയൊരു ലൈം സ്റ്റോൺ ഉണ്ടായി വരണമെങ്കിൽ. ഇതൊക്കെ ശരിക്കും എന്താ പറയുക, പ്രകൃതി തന്നെ ഒരുക്കുന്ന കുറേ കാഴ്ചകളാണ്. ചെലന്തി വലകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നിട്ട് എല്ലാം 4000-5000 വർഷം പഴക്കമുള്ളതാണെന്നുള്ളതാണ്. ഇതൊക്കെ ഒന്ന് കണ്ട് കിട്ടണമെങ്കിൽ ഇത്രയും പഴക്കം ഇതിനൊക്കെ നോക്കുന്നുണ്ട്. സയൻറ്റിഫിക്കായിട്ടുള്ള കുറേ കല്ലുകളൊക്കെയാണ്. അപ്പോൾ ഇവരിതിൻ്റെ സ്റ്റോറി ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇവിടുന്ന് സ്റ്റോറി കാണുന്ന ആൾ ഇവിടോട്ടുണ്ടായിരുന്ന പക്ഷേ ടെമ്പററി ക്ലോസാണ്. ഇതുണ്ടോ എങ്ങനെയാണിത് കണ്ടെത്തിയെന്ന് കാണിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ ഇങ്ങനെ സിങ്ക് ഹോൾസും അതും ഇതുമൊക്കെയാണ്. ആ കടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ കാണാൻ അത്ഭുതം കണ്ടതൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗുഹേനുള്ളിൽ ഞങ്ങൾ പോയിട്ട് അപ്പോൾ ആ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല, പക്ഷെ അത് കാണണം.
This is quite silty, quite messy, fair bit of clay. ഈ സാധനങ്ങളൊക്കെ ഈ മഴത്തുള്ളി വീണുണ്ടാകുന്നതാണെന്നുള്ളത് ഇങ്ങനെ കണ്ടത് ഇതിനോട് കടലിൻ്റെ അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളാണ്. ഇത് ഗുഹയിലുണ്ട്, പക്ഷെ അതവിടെ കടലിൻ്റെ അടിയിൽ ഈ ഇങ്ങനെ ഫോം ആകുന്ന സാധനങ്ങളൊക്കെയാണ് ഉണ്ടോ. And we're going to transition now all in the water. That's actually നമ്മൾ ശരിക്കും എൻട്രൻസ് ഇപ്പോഴത്തെ സൈഡിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറിയതാണ്. and disturbing the roof and having bits and pieces of the roof there. So we've peaked at 5 metres. We're heading down ആസ്വദിച്ച് കാണുന്നതൊക്കെ. on the southern branch of selfie stick footage. This is from a നാളെ എക്സാം ഉള്ള ആളായിരുന്നു പഠിക്കുന്നത്. different regulators. നാളെ എക്സാം ഉള്ള ആളെ കണ്ടെടുത്ത് പഠിക്കുന്നത്. Come back to the പോകാം കണ്ടാ പോലെ വാ. southern branch is quite low. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് എനിക്കൊന്നും സയന്റിഫിക് ഒന്നും ആവണത്തില്ല. എനിക്കൊന്ന് പോലെ വരുന്നുണ്ട് കേട്ടോ. വന്നേക്കാന്ന് വിചാരിച്ചു. കേവിനുള്ളിൽ കൂടി ഇങ്ങനെ അങ്ങ് പോവാട്ടോ. അതന്നെ നമ്മൾ വന്ന വഴിയൊക്കെ ഇങ്ങനെ കേട്ടോ. കേവിൻ്റെ ഉള്ളിൽ രണ്ട് സൈഡിലും ഫോസിൽസിൻ്റെ കഥകളൊക്കെ. ഈ ഗ്ലാസ് ഒന്നും പൊട്ടത്തില്ല മോനെ. ഇങ്ങനെ ഇങ്ങനെ എൻ്റർ ആകുമ്പോൾ ഈ ഗുഹയിലോട്ടത്തെ ഇവിടുത്തെ നമ്മളിങ്ങനെ പോയി എല്ലാം സ്റ്റോറികളാണ്. ഞാൻ വോൾക്കാനുണ്ടോ ഇങ്ങനെ പൊന്തി 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 വോൾക്കാന മേലോട്ട് ഇറപ്ഷനാണ്. വോൾക്കാന ഇറപ്ഷൻ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം നമുക്കിനി പുറത്തോട്ട് പോവാം. ഓക്കെ, നമുക്ക് എവിടെ എന്താ കണ്ടിട്ട് ബിരിയാണി കഴിക്കാൻ നോക്കിയിട്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, എനിക്ക് തോക്ക് വെടി ഇതൊക്കെ ഇപ്പോഴും കാണാനില്ല. നമുക്കുമല്ല, എനിക്കല്ല പൂവും കാണിക്കല്ലേ. ഭയങ്കര ക്രിയേഷൻ അവിടെ കേട്ടോ. ഇവിടുത്തെ സെയിൽസ് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ കപ്പലിൽ ഇതിൻ്റെ ഉള്ളിൽ മേലെ കയറി നോക്കല്ലേ. ഇത്ര പേരെങ്കിൽ യുദ്ധം ചെയ്യുമ്പോൾ കപ്പലാന്ന് പറഞ്ഞു. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ. ബൈ ബൈ.